എല്ലാവർക്കും ഡ്രാമ റിവ്യൂവിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ചൈനീസ് ഡ്രാമയുടെ റിവ്യൂ ആണ് ചെയ്യുന്നത്. ഇതൊരു മെഡിക്കൽ എമർജൻസി കണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സീനാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത്. ഈ എപ്പിസോഡിൻ്റെ പകുതി ആയപ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റുന്നത് ഇവന് ഒട്ടും തന്നെ ശ്വാസം എടുക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഇവൻ്റെ ഹാർട്ട് മോണിറ്റർ വാച്ചിങ്ങിൽ ഹാർട്ട് ബീറ്റൊക്കെ ഇറഗുലറായിട്ട് ബീറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ അവൻ എന്തൊക്കെയോ ഒരു ഇമാജിനേഷൻ അവൻ്റെ മൈൻഡിൽ വരുന്നുണ്ട്. ആ ഇമാജിനേഷൻ അവൻ്റെ മൈൻഡിൽ വരുന്നതിനനുസരിച്ച് അവന് ബ്രീത്തിങ് ഡിഫിക്കൽട്ടിയും അതുപോലെ തന്നെ അവൻ്റെ ഹാർട്ട് ബീറ്റും ഇറഗുലറായിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നുണ്ടായിരുന്നു. അത് നമുക്ക് ഈ ഒരു ഹാർട്ട് മോണിറ്റർ വാച്ചിൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഇവൻ്റെ ഇമാജിനേഷൻ ഇങ്ങനെ വരുന്നതോടൊപ്പം തന്നെ ഈ ഡിഫിക്കൽട്ടിയൊക്കെ കൂടി വരുന്നുണ്ട്. അവൻ്റെ അവസ്ഥ വളരെ മോശമായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ മാക്സിമം അവൻ്റെ ബ്രീത്തിങ് ഒക്കെ കൺട്രോളാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവസാനം അത് കഴിയാതെ അവൻ ബോധം കെട്ട് വീഴുന്നുണ്ട്. ആ സമയത്ത് ഒരു പോലീസ് ഓഫീസർ അത് കാണുന്നുണ്ട്. പക്ഷെ അവർ വിചാരിക്കുന്നത് അവൻ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചിട്ട് ബോധമില്ലാതെ കിടക്കുന്നു എന്നാണ്. അങ്ങനെ ഒരുപാട് വട്ടം വിളിച്ചു നോക്കുന്നുണ്ട് അവനെ. അവസാനം അവൻ എണീക്കാതെ വന്നപ്പോൾ അവരൊന്ന് ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അവൻ എണീക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ബോധം തിരിച്ച് വന്നപ്പോഴത്തേക്കും അവൻ്റെ ഹാർട്ട് ബീറ്റും നോർമലായിട്ട് വരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ വളരെ ഒരു കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത്. അവൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് പോലും അവന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലായിരുന്നു അവനുള്ളത്. പെട്ടെന്ന് തന്നെ ആ പോലീസ് ഓഫീസർ അവൻ്റെ അടുത്ത് ലൈസൻസും ഐ ഡി കാർഡൊക്കെ ചോദിക്കുന്നുണ്ട്. അവൻ കുറച്ചൊന്ന് കൺഫ്യൂഷനായെങ്കിലും പിന്നെ അതെല്ലാം അവൻ നോർമലായിട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.